കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയാഘോഷം സൗദി അറേബ്യയിലെ യാംബുവിൽ നടന്നു. UDF കമ്മിറ്റിയാണ് ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തുമായിരുന്നു ആഘോഷം. ആഘോഷത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാകുന്നത് സി ദാവൂദാണ് എന്ന് വരെ ഇടതുപക്ഷ പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് കേരള ജനത നൽകിയിട്ടുള്ളത്. സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കാമെന്ന ആ ഇടതുപക്ഷത്തിന്റെ അതിനുള്ള ശക്തമായ താക്കീത് കേരള ജനം നൽകിയിരിക്കുകയാണ്. യാംബു ടൗണിലെ റെയിൻബോ ബസാർ പരിസരത്ത് തടിച്ചുകൂടിയ UDF പ്രവർത്തകർ ആവേശത്തിലായിരുന്നു. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ മധുരത്തോടൊപ്പം പായസവും ചേർന്നപ്പോൾ മധുരം ഇരട്ടിയായി. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDFന്റെ മൃഗീയ ഭൂരിപക്ഷം പ്രവാസ ലോകത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ശങ്കരളങ്കൂർ, അയ്യൂബ് ബഡരിക്കോട്, നിയാസ് പുത്തൂർ തുടങ്ങിയവർ ചേർന്നാണ് കേക്ക് മുറിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനിൽ പിണറായി സർക്കാരിനെ താഴെയിറക്കണം. ഇതേപോലെ തന്നെ നമ്മുടെ കൂട്ടായ പ്രവർത്തനം അന്നും ഉണ്ടായിരിക്കണം. ഇടതുപക്ഷം സ്വീകരിച്ച വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെ മതേതര ജനാധിപത്യ സമൂഹം പ്രതികരിച്ചതിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് പരിപാടിയിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. അഷ്കർ വണ്ടൂർ, അബ്ദുറഹീം കരുവന്തുരുത്തി, അബ്ദുൾ റസാഖ് നമ്പ്രം തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ UDF പ്രവർത്തകർക്ക് ആഘോഷിക്കാൻ ഏറെയുണ്ട്. പ്രവാസ ലോകത്തുനിന്നാവുമ്പോൾ അതിന് മാധുരം കൂടും. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു.